നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അതിഗംഭീരമായിട്ടുള്ള ഒരു IPL ക്വാളിഫയർ ആദ്യ മത്സരം കണ്ടതിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ എന്ന് പറയുന്നത്. RCBയുടെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് വെറും പവർ പ്ലേയിൽ തന്നെ തോൽവി സമ്മതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും നേരിട്ട് ഈ IPL സീസണിൻ്റെ ഫൈനലിസ്റ്റിനെ ഒരാളെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ബംഗളൂരു ഫൈനൽ കളിക്കും, തുടർച്ചയായി 2ാം തവണയും എന്നുള്ളതാണ് മത്സരത്തിൻ്റെ പ്രത്യേകത. എനിക്കൊപ്പം MSK ഉണ്ട്, മുഹമ്മദ് ജാസിമുണ്ട്. MSK, ഇന്നലത്തെ മത്സരത്തിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ പാളിപ്പോയി. നമ്മൾ ഗുജറാത്തിനൊപ്പമായിരുന്നു. അത് അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാവുന്ന അതിഗംഭീരമാർന്ന ഒരു പ്രകടനം നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ക്യാപ്റ്റൻസിയെക്കുറിച്ചാണ്. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ്. രജിത് പട്ടീദാർ എന്ന് പറയുന്ന താരം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൻ്റെ ഫോക്കസ്. എങ്ങനെയാണ് മത്സരം? രജിത് പട്ടീദാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ KGF ഡയലോഗ് ഒന്നുകൂടി കടമെടുക്കേണ്ടിയിരിക്കുന്നു. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരനായിരുന്നു കഴിഞ്ഞ ദിനം രജിത് പട്ടീദാർ. പിന്നെ അവൻ്റെ പാദങ്ങൾ ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകൾ വലുതായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം RCB കിരീടം നേടിയപ്പോൾ അത് ശരിക്കും ഈ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു സംഭവം തന്നെയായിരുന്നു. വിരാട് കോഹ്ലിയും അനിൽ കുംബ്ലെയും അങ്ങനെ ഒരുപാട് പേർ ശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു കിരീടം കഴിഞ്ഞ സീസണിൽ കിട്ടിയപ്പോൾ തന്നെ രജിത് പട്ടീദാർ എന്ന ക്യാപ്റ്റൻ അവിടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലവ്ലിൻ സിഡോഡിയ എന്ന് പറഞ്ഞൊരു പ്ലെയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ജസ്റ്റ് ഒന്ന് കേട്ടിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. അതായത് ഇദ്ദേഹമായിരുന്നു 2021 ഈ രജിത് പട്ടീദാർ RCBക്ക് ഒപ്പം ചേരുന്നത്. അതിനുശേഷം 2022 ഇദ്ദേഹത്തെ ലേലത്തിലേക്ക് വിടുന്നു, രജിത് പട്ടീദാറിനെ. പക്ഷേ അദ്ദേഹത്തെ ലേലത്തിൽ തിരിച്ചെടുക്കും എന്ന ഉറപ്പിലാണ് വിടുന്നത് RCB. പക്ഷേ ആ ലേലത്തിൽ രജിത് പട്ടീദാറിനെ RCB വിളിക്കുന്നില്ല. അതിന് പകരം ലവ്നിത് സിസോഡിയ എന്ന ഈ പ്ലെയറെയാണ് RCB എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും രജിത് പട്ടീദാറെ അവർ ഒഴിവാക്കുന്നു, 2022 സീസണിൽ ഒഴിവാക്കുന്നു. പക്ഷേ അവസാന നിമിഷം ഈ ലവ്നിത് സിസോദിയക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് വീണ്ടും അവർ ഇദ്ദേഹത്തിൽ തന്നെ എത്തുന്നു, രജിത് പട്ടീദാർ തന്നെ എത്തുന്നു. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു. ആ സമയത്ത് രജിത് പട്ടീദാർ തനിക്ക് അവസരങ്ങൾ കിട്ടില്ല, താനൊരു അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ ഇനി RCBക്കൊപ്പം ഇല്ല, ഞാൻ അങ്ങോട്ട് കളിക്കാൻ വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ സമ്മർദ്ദവും മറ്റുമൊക്കെ കാരണം അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം 2022 IPL കളിക്കാൻ വരുന്നു. അവിടെ 8 മത്സരങ്ങളിൽ നിന്ന് 355 റൺസ് RCBക്ക് വേണ്ടി എടുക്കുന്നു. പിന്നീട് അതേ വർഷം തന്നെ മധ്യപ്രദേശിനെ ക്യാപ്റ്റനായി, അതായത് രഞ്ജി ചരിത്രത്തിൽ ആദ്യമായിട്ട് മധ്യപ്രദേശ് രഞ്ജി ട്രോഫി കിരീടം നേടിയപ്പോൾ ഇദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. പിന്നീട് 2023 വർഷം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പരിക്ക് കാരണം ആ സീസൺ മൊത്തം മാറേണ്ടി വരുന്നു. 2024 വീണ്ടും തിരിച്ചു വരുന്നു, ഗംഭീരമായ ഫോം നിലനിർത്തുന്നു. 2025 സീസണിൽ ക്യാപ്റ്റൻ ആകുന്നു. അതിനുശേഷം 2025 സീസൺ നമുക്കറിയാം IPL കിരീടം RCBക്കൊപ്പം വരുന്നു. പിന്നീട് ഇപ്പോൾ 2026 സീസണിൽ തുടർച്ചയായി 2 സീസണുകളിൽ അദ്ദേഹം ഈ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നു, ഫൈനലിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിൽ വരുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ പാദങ്ങൾ ചെറുതായിരിക്കാം, പക്ഷേ പാദമുദ്ര വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രമൊക്കെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ 33 പന്തിലാണ് 93 റൺസ് നേടിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം റബാദയെ 6 അടിക്കുന്നു. ഒരു ഇൻസൈഡ് ഔട്ട് ഷോട്ട്, അതായിരുന്നു മത്സരത്തിന്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട് എന്ന് പറയാം. അത് എളുപ്പമല്ല, ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുന്ന എളുപ്പം തോന്നിപ്പിക്കുന്ന ഒരു ഷോട്ടല്ല. ഓഫ് സൈഡിലേക്ക് അതും ഒരു മിഡിൽ സ്റ്റംപ് ലൈനിലേക്കാണ് ആ പന്ത് കയറി വരുന്നത് തന്നെ. അദ്ദേഹം അത് റൂം ഉണ്ടാക്കുന്നു, കളിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിന്റെ മകുടോദാഹരണമാണ്. കാരണം ആ ഒരു ഡെലിവറി സ്റ്റാൻഡിൻ ഷോട്ട് കളിക്കുന്നു, അത് 6ലേക്ക് പോകുന്നു. പിന്നെ മൊത്തത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും നമ്മളിപ്പം ഗെയ്ക്വാദും അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെയും ഋഷഭ് പന്തൊക്കെ മാതൃകയാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ മനുഷ്യനാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ സ്ഥിര അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ശ്രേയസ് അയ്യരെക്കാളും ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൻ്റെ മധ്യനിരയിൽ തീർച്ചയായിട്ടും വേണ്ടത് ഇതുപോലെ ആക്രമിച്ച് കളിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ പോസിറ്റീവായി കളിക്കുന്ന ഒരു താരം തന്നെയാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് 2 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അത് നമ്മുടെ ഗില്ലിൻ്റെ ടീമിന് വലിയൊരു അടിയായി നിൽക്കുന്ന റബാദ ഒരു ക്യാച്ച് വിട്ടു. പിന്നെ വിക്കറ്റ് കീപ്പർ ഒരുപാട് വിക്കറ്റ് കീപ്പർ ഒരുപാട് ബൗണ്ടറി ലൈൻ വരെ ഓടിക്കൊണ്ടൊരു ക്യാച്ചിന് ശ്രമിച്ചിരുന്നു, അതും ഡ്രോപ്പായി. പക്ഷേ ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് കിട്ടിയിട്ട് പോലും അദ്ദേഹം അവിടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം അതേ കോൺഫിഡൻസോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റബാദയെ 6 അടിച്ചപ്പോൾ വിരാട് കോഹ്ലിയുടെ എക്സ്പ്രഷൻ ആ സമയത്ത് കണ്ടു. വിരാട് കോഹ്ലി അതെ വിരാട്
വിരാട് കോഹ്ലിയുടെ സാധാരണ വിരാട് കോഹ്ലിയുടെ ഷോട്ടാണ് നമ്മൾ എക്സ്പ്രഷൻ ഇടാറുള്ളത്. പക്ഷേ വിരാട് കോഹ്ലി അവിടെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കണ്ടു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ രജത് പട്ടിദാർ എന്തുകൊണ്ട് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാവുന്നു, എല്ലാ ക്യാപ്റ്റന്മാരിൽ നിന്നും വ്യത്യസ്തനാവുന്നു എന്ന് നമ്മൾ കൃത്യമായും കണ്ട ഒരു മത്സരമാണ്. മറുവശത്ത് ഒരുപാട് ഫീൽഡിംഗ് ഡ്രോപ്പുകൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. മാത്രമല്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദ്യ 16 ഓവറെങ്കിലും ഈ 3 പേരും ഉണ്ടാവണം എന്ന് പറഞ്ഞ ആ ഒരിടത്ത് നിന്നും 5.2 ഓവർ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് കളി കഴിഞ്ഞു 3 പേരും, അതായത് സായ് 5 വിക്കറ്റുകൾ 5 വിക്കറ്റുകൾ പോകുന്നു. പവർ പ്ലേക്കുള്ളിൽ 5 വിക്കറ്റുകൾ പോകുന്നു. സായ് സുദർശൻ അപ്രതീക്ഷിതമായി അതിനിർഭാഗ്യകരം ഷോട്ട് ബൗണ്ടറിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഹിറ്റ് വിക്കറ്റ് എന്റെ ഓർമ്മയിലുള്ള ഞാൻ കണ്ടതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഹിറ്റ് വിക്കറ്റുകളിൽ ഒന്ന് മോണ്ടി പനേസറുടെ പന്തിൽ ഇൻസമാമുള്ള ഒരു സ്വീപ്പിന് ശ്രമിച്ചുകൊണ്ട് വിക്കറ്റിന്റെ മുകളിലേക്ക് വീഴുന്നൊരു രംഗമാണ്. 2005-ലോ 2006-ലോ അങ്ങനെയാണ്. അതിനുശേഷം ഇത്രയും എന്താ പറയാ ദൗർഭാഗ്യകരമായി ഹിറ്റ് വിക്കറ്റ് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഹിറ്റ് വിക്കറ്റുകൾ എന്ന് പറയുന്നത് തന്നെ അപൂർവ സംഭവമാണ്. IPL ചരിത്രത്തിൽ തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ ഒരു ഹിറ്റ് വിക്കറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. രജത് പട്ടിദാർ എന്ന ക്യാപ്റ്റൻ അദ്ദേഹം ശരിക്കും ബാംഗ്ലൂരിന്റെ തലവര മാറ്റി എഴുതുകയാണ്. രജത് പട്ടിദാർ ഇന്നലത്തെ ആ ഇന്നിങ്സിൻ്റെ സവിശേഷതകൾ നോക്കുകയായിരുന്നു. അദ്ദേഹം 90+ ഇന്നിങ്സ് നേടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് 281.81 ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. IPL ക്യാപ്റ്റൻസിയിൽ പ്ലേ ഓഫിൽ അങ്ങനെ നിരവധി തവണ അത് ആ അടയാളം റെക്കോർഡ് രേഖപ്പെടുത്തുന്നു. 281 എന്ന് പറയുന്നത് ഈ സീസണിൽ 197 അദ്ദേഹത്തിന്റെ ടോട്ടൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലത്തെ അവിശ്വസനീയമെന്ന് അതിനപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുന്നു. മറുഭാഗത്തുണ്ടായിരുന്നത് റബാഡ, പ്രസിദ്ധ് കൃഷ്ണ, റാഷിദ് ഖാൻ തുടങ്ങിയ ലോകോത്തര ബൗളർമാർ അണിനിരക്കുന്നു. നമുക്ക് മാറ്റി നിർത്താം. ഒരു മികച്ച തുടക്കം എന്തായാലും ബാംഗ്ലൂരിന് ലഭിച്ചിരുന്നു. ടോസ് നഷ്ടമായതിനു ശേഷം അയ്യർ ആദ്യം പുറത്താകുന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ചുരുങ്ങിയ പന്തിൽ 17 റൺസ് എടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷം വിരാട് കോഹ്ലി പ്രതീക്ഷ കാക്കുന്നുണ്ട് 43 റൺസുമായിട്ട്. പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ക്രൊണാൽ ആയിട്ട് ചേർന്നിട്ട് ഒരു പിന്തുണ നൽകുന്നുണ്ട്. ഏതാണ്ട് ഒരു 15 ഓവർ മുതൽ 18 ഓവർ വരെ എന്ന് പറയുന്നത് രജത് പട്ടിദാറിൻ്റെ താണ്ഡവം തന്നെയാണ് നമ്മൾ കണ്ടത്. മറുഭാഗത്ത് ഈ 255 IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ പിന്തുടരാൻ തക്ക ശേഷിയുള്ള ടീം തന്നെയാണ് മറുഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ എന്ന് പറയുന്നത് 2 പിഴവുകൾ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ടീം തെരഞ്ഞെടുപ്പിലെ ഒരു പിഴവ്, അതായത് ഖജ്രോലിയ എന്ന് പറയുന്ന ഒരു താരത്തെ ആദ്യമായിട്ട് ഇത്രയും ഒരു നിർണായക മത്സരത്തിൻ്റെ സീസണിൽ ആദ്യമായിട്ട് അവർ പരീക്ഷിക്കുന്നു. അദ്ദേഹം അതിദയനീയമായിട്ട് പരാജയപ്പെടുന്നു. 2 ഓവറിൽ 42 റൺസ്, ഒരു ഓവറിൽ 28 റൺസ് വരെ വഴങ്ങുന്ന ആദ്യം അയാൾ ചെയ്ത ഓവറിൽ 3 റൺസ് എങ്ങാണ്ട് വഴങ്ങുന്നുള്ളൂ. പിന്നെ ഒരു ഓവറിൽ 28 റൺസ് വരെ വഴങ്ങുന്ന ഒരു സാധ്യത വരുന്നു. മറ്റൊന്ന് തെവാട്ടിയെ ഇമ്പാക്ട് പ്ലെയർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്താൻ കഴിയുന്നില്ല. നിർണായകമായ ഒരു സമയത്ത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുക. അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ 2 പിഴവുകൾ മറുഭാഗത്ത് നമ്മൾ രജത് പട്ടിദാറിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് ശുഭ്മാൻ ഗില്ലിന് സംഭവിച്ച 2 പിഴവുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ കാര്യങ്ങളായിരിക്കുമോ ഒരുപക്ഷെ അവരുടെ പരാജയത്തിന് നിർണായകമായിട്ടുള്ള ആ ദൗർഭാഗ്യമായിട്ടുള്ള ഹിറ്റ് വിക്കറ്റ് മാറ്റി നിർത്തിയാൽ എന്താണ് ഇന്നലെ ഗുജറാത്തിന് പിഴച്ചത്. പക്ഷേ ഈ മത്സരം നമുക്കറിയാം, തോറ്റെങ്കിലും അവർ പുറത്തായിട്ടില്ല, അവർക്കൊരു അവസരം കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കധികം അവർക്ക് സാധ്യത മങ്ങിയെന്ന് പറയാനും കഴിയില്ല. ഏതായാലും തിരിച്ചുവരവുകൾ എപ്പോഴും നടത്തുന്ന ഒരു ടീം കൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ സായ് സുദർശൻ്റെ ഒരു വിക്കറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. അതായത് നല്ല തുടക്കം നൽകുന്ന ഒരു പാർട്ണർഷിപ്പ്, അത് സായ് സുദർശനും ഗില്ലും. ഇന്നലെ അവർ 2 പേർക്കും അവിടെ നിരാശപ്പെടുത്തേണ്ടി വന്ന, അതായത് സൈഡ് ഔട്ട് ഒരു പ്രത്യേകിച്ച് നമുക്കതൊരു നിർഭാഗ്യകരമെന്ന് പറയാനാണെങ്കിലും ഗില്ലും പിന്നീട് അവിടെ നിന്ന് പുറത്താകുന്നൊരു സാഹചര്യം. അപ്പോൾ ഗില്ല് നില ഒരു വെറും 2 റൺസ് മാത്രം എടുക്കുന്നു, അദ്ദേഹവും പുറത്താകുന്നു. അപ്പോൾ അവിടെ തന്നെ അവരുടെ ഒരു തകർച്ച. കാരണം എല്ലാവരും പ്രശംസിച്ചൊരു പാർട്ണർഷിപ്പായിരുന്നു അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. വലിയ പ്രശംസകൾ നേടിയ ഒരു പാർട്ണർഷിപ്പാണ്. കാരണം അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പിന്നീട് ആ കളി മൊത്തത്തിൽ ആ ഒരു ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആ ബാറ്റിംഗ് നിരയെ മൊത്തം ഒന്ന് ബാലൻസ് ചെയ്ത് പോകും. ബൗളിംഗ് തകർന്നാലും അവരുടെ ബാറ്റിംഗ് പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പായിരുന്നു അവിടെ. പക്ഷേ അത് തകർന്നു എന്നുള്ളതും പിന്നീടുള്ളവർക്കും അത് കാര്യമായിട്ട് അങ്ങോട്ട് അവരുടെ ഒരു പെർഫോമൻസ് ഇല്ലായ്മ അത് മേക്ക് ഓവർ ചെയ്യാനും മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇന്നലെ അവിടെ ഉണ്ട്. പിന്നീട് രാഹുൽ ദവാത്തിയ വന്നിട്ടാണ് അദ്ദേഹമാണ് പിന്നീട് കുറച്ചെങ്കിലും ആ ഒരു സ്കോറിനെ ഒന്ന് ബലപ്പെടുത്തുന്നതും ഒരു പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് പൊരുതി നോക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഒരു ബാറ്റിംഗ് എനിക്ക് തോന്നുന്നത് ആ തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം
അവർക്ക് ഇന്നലെ നന്നായി ബാധിച്ചെന്നുള്ളതും, നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ ആ തുടക്കം ഗംഭീരായി എന്നുള്ളത്, ആദ്യ ബോളിൽ തന്നെ ബൗണ്ടറി അടിച്ച് അത് വെങ്കടേഷ് അയ്യർ നടത്തുന്ന ഒരു പ്രകടനമുണ്ട്. ശരിക്ക് അത് നൽകുന്ന ഒരു ഇമ്പാക്റ്റ് അവർക്ക് പിന്നീട് അത് നിലനിർത്തി കൊണ്ടുപോവാണ്. രജത് പാട്ടിദാറിലൂടെയൊക്കെ നിലനിർത്തി അവർ കൊണ്ടുപോകുന്ന ആദ്യം 4 പന്തിൽ 3 ബൗണ്ടറി ആയിരുന്നു. അതെ. അപ്പോൾ ആ തുടക്കം തന്നെ ബൗണ്ടറി അടിക്കുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമാണല്ലോ സ്വാഭാവികമായിട്ടും. നല്ല തുടക്കം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ നല്ല തുടക്കം ലഭിക്കാത്തത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ഇവരുടെ ബൗളർമാർക്ക് അടി കിട്ടി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രജത് പാട്ടിദാറിനെ പോലെയുള്ള താരങ്ങൾ അവിടെ നന്നായി ബാറ്റ് ചെയ്യുന്നൊരു സാഹചര്യം തുടക്കം മുതൽ തന്നെ ഈ ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്. അവർ വേറെ ഒന്നും ലക്ഷ്യമിടുന്നില്ല, അവർക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ത്വരയുള്ള ഒരു വല്ലാത്തൊരു ടീം തന്നെ കേട്ടോ. കാരണം ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ വലിയ തകർച്ചയുണ്ട്. ഈ സാല കപ്പ് നാമതേ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകളൊക്കെ പരിഹസിച്ചിരുന്ന ഒരു വാക്കായിരുന്നു. ഇപ്പോൾ അവർ അതൊരു ആത്മവിശ്വാസത്തോടു കൂടി പാടി നടക്കുന്ന ഒരു വാക്കുകൂടിയായി മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം രജത് പാട്ടിദാറിൻ്റെ ക്യാപ്റ്റൻസിയും ഒക്കെ അതിൽ വലിയ നിർണായക ഘടകമാണ്. ഇപ്പോൾ രജത് പാട്ടിദാറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും 2-3 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് ഇന്നലെ ഒരു റെക്കോർഡ് കൂടിയുണ്ട്. അതായത് ഇന്നലെ 9 സിക്സറുകളാണ് അദ്ദേഹം നേടുന്നത്. ഈ സീസണിൽ ഇതുവരെ 41 സിക്സറുകളാണ് അദ്ദേഹം നേടുന്നത്. ഒരു T20 ക്രിക്കറ്റിൽ തന്നെ ഒരു ക്യാപ്റ്റൻ ഒരു ടൂർണമെൻറ്റിൽ നേടുന്ന ഏറ്റവും വലിയ സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്നുള്ളതുണ്ട്. അത് റിയാൻ പരാഗിൻ്റെ ഒരു നേട്ടമാണ്. 2022-23 തോന്നുന്നുണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ റിയാൻ പരാഗ് അസമിന് വേണ്ടിയിട്ട് കളിക്കുന്ന ആ സമയത്ത് അദ്ദേഹം നേടിയ ആ റെക്കോർഡാണ് അദ്ദേഹം തകർക്കുന്നത്. IPL-ലും പ്ലേ ഓഫിൽ തന്നെ 9 സിക്സ് അടിക്കുന്നത് തൊട്ടു മുന്നിലും ഗില്ല് മാത്രമേ ഉള്ളൂ. 10 സിക്സ് അടിച്ചിട്ടുണ്ട് അദ്ദേഹം. അതെ, IPL പ്ലേ ഓഫിൽ തന്നെ ഇന്നലത്തെ ഏറ്റവും വലിയ സ്കോറും ഇന്നലെ ഇവരുടെ പക്കലാണ്. കാരണം അങ്ങനെ ഒരു റെക്കോർഡും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇന്നലെ ആ വ്യക്തിപരമായിട്ടും ടീമിനും എല്ലാം ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊന്ന് പറയേണ്ടത് ശരിക്ക് കൃണാൽ പാണ്ഡ്യയുടെ ഒരു മികവ് കൂടി. കാരണം കൃണാൽ പാണ്ഡ്യ ഇന്നലെ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും തിളങ്ങിയ ഒരു താരം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കൂടി ഇന്നലെ കാണാതെ പോകരുത് എന്നുള്ളത് ഒരു കാര്യം. നമ്മൾ ഈ ബാറ്റർമാരെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇത്രയും സന്തുലിതമായിട്ടുള്ളൊരു ടീം ബംഗളൂരു അവരുടെ ബൗളർമാരെ കുറിച്ച് നമുക്ക് എടുത്തു പറയുന്നത് ജേക്കബ് ഡഫ് നൽകുന്ന ഒരു മികച്ച തുടക്കം. അദ്ദേഹം ഇന്നലെ 3 വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. 39 റൺസ് മാത്രമേ വിട്ടുകൊടുക്കുന്നുള്ളൂ. സായി സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ, റാഷിദ് ഖാൻ എന്നിവരാണ് മടങ്ങുന്നത്. കൃണാൽ പാണ്ഡ്യ ഈ പറഞ്ഞ രീതിയിൽ 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുന്നുണ്ട്. 4.57 അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത്. ഭുവനേശ്വർ കുമാർ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല, അദ്ദേഹം 2 വിക്കറ്റുകൾ നേടുന്നു. മറ്റൊന്ന് ഇന്നലെ അത്ഭുതപ്പെടുത്തിയ ഒരു താരം റാസിഖ് സലാം എന്ന് പറയുന്ന യുവ പേസറുണ്ട്. അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു താരമാണ് സീസണിൽ. നമ്മൾ ഇന്നലെ കുറച്ച് യുവതാരങ്ങളുടെ അത്യാവശ്യം നന്നായിട്ട് വന്നിരുന്നു. ഇന്നലെ നമ്മൾ ആ യുവതാരങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം 3 ഓവറിൽ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. ഒരു ഓവർ ഡബിൾ വിക്കറ്റ് മെയ്ഡൻ ഓവറാണ് അദ്ദേഹം എറിയുന്നത്. പിന്നെ ജോഷ് ഹേസൽവുഡ് ഉണ്ട്, റൊമാരിയോ ഷെപ്പേഡ് ഉണ്ട്. ഷെപ്പേഡ് ഇന്നലെ 1 ഓവർ മാത്രമേ അദ്ദേഹത്തിന് എറിയേണ്ടി ആവശ്യം വരുന്നുള്ളൂ. എത്രമാത്രം വൈവിധ്യവും കരുത്തുമുള്ളൊരു ബൗളിംഗ് നിര, ബാറ്റർമാരോടൊപ്പം തന്നെ കിടപിടിക്കുന്ന. അതായത് ഇന്നലെ ഈ സായി സുദർശൻ്റെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു പുറത്താകൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കൂടി ഒരു പക്ഷേ ബംഗളൂരുവിന് ജയിക്കാൻ എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ. ആ ബൗളിംഗ് നിരയെക്കുറിച്ച് കൂടി നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ IPL തന്നെ ഏറ്റവും മികച്ച ബോളിംഗ് നിരകളിൽ ഒന്നാണ് ഈ. പിന്നെ രണ്ട് ടീമിന്റെയും നല്ല ബോളിംഗ് നിരയാണ്. നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ഫ്ലോപ്പ് ആയെങ്കിലും അവരെ വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം അവർ സിറാജ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ ബോളറാണ്. റാഷിദ് ഖാൻ, അതുപോലെ റബാദ, ജേസൺ ഹോൾഡർ 2 വിക്കറ്റുകൾ. വിരാട് കോഹ്ലിയുടെ 2 മത്സരത്തിലും കോഹ്ലിയുടെ ഒരേപോലെ ഔട്ടാക്കിയതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. പിന്നെ എഡ്ജ് ചെയ്തിട്ട്, അതായത് പിന്നെ ബാക്ക് ടു ദ വിക്കറ്റ് തന്നെ പോകുന്ന ആ ഒരു ബോൾഡ് ഔട്ട് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ ബോളിംഗ് നിര എന്ന് പറയുമ്പോൾ ഇവർ ജേക്കബ് ഡഫി ഇടയ്ക്ക് കുറേ മത്സരങ്ങൾ തുടക്കത്തിലെ മത്സരങ്ങളിൽ, അതായത് പിന്നെ നമ്മുടെ ഹേസിൽവുഡ് വരുന്നതിന് മുമ്പ് ജേക്കബ് ഡഫി ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ബോളർ. ഹേസിൽവുഡിന് പകരം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അദ്ദേഹം ആദ്യ മത്സരത്തിൽ 3 വിക്കറ്റൊക്കെ നേടി തുടർച്ചയായി കണ്ടിന്യൂസ് ആയി നല്ല ഫോമിലായിരുന്നു. പക്ഷേ ഹേസിൽവുഡ് വന്നതിന് ശേഷം അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി ഡഫിയെ മാറ്റി നിർത്തിയ കുറച്ച് കളികളുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 2-3 മത്സരങ്ങളാകുമ്പോൾ അവർക്ക് ഡഫിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ബോളിംഗ് നിര ഒന്നുകൂടി ശക്തമാക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയ ആ ഒരു വിധം, അവിടെ ഒരു സ്ലോട്ട് അവരുണ്ടാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഡഫിയെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പിന്നെ കൃത്യമായിട്ടും അങ്ങനെ ഒരു അദ്ദേഹത്തെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ആണ് ഉൾപ്പെടുത്തുന്നത്. ആ ഒരു സ്ലോട്ട് അവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ബോളിംഗ് ഒന്നുകൂടി ശക്തമാക്കി. ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു ഊതിക്കാച്ചിയ പൊന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ IPL ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാണ്. ഈ മത്സരത്തിൽ തന്നെ പിന്നെ
സായി സുദർശൻ നിർഭാഗ്യവശാൽ ഔട്ടാവുന്നു. പക്ഷെ അടുത്ത ഗില്ലാണ് ഔട്ടാവുന്നത്. ഗില്ല് ഔട്ടാകുന്നതിന് എന്ത് നിർഭാഗ്യമാണ്, അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ബോൾഡാക്കുകയാണ്. അതായത് ആ പന്തിൽ പ്രത്യേകിച്ച് ഒന്നും ഗില്ലിന് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് നിൽക്കുകയാണ്. പിന്നീട് ബട്ട്ലർ വരുമ്പോൾ ഒരു എഡ്ജായിട്ട് കീപ്പറിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഭുവനേശ്വർ കുമാർ അവരെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. 36-ാം വയസ്സിലും അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നൊരു കാഴ്ചയാണ്. തീർച്ചയായും അദ്ദേഹം ഇപ്പം കഴിഞ്ഞ അഫ്ഗാൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഇതുവരെയും വിരമിച്ചിട്ടില്ല. വയസ്സൊരു ഘടകമാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്കിൽ കൂടിയും വയസ്സ് ഘടകമല്ല എന്ന് തെളിയിച്ച എത്രയോ ബോളർമാരും എത്രയോ ബാറ്റർമാരും എത്രയോ അന്താരാഷ്ട്ര കളിക്കാരും നമ്മുടെ മുന്നിലുണ്ട്. വാസിം അക്രമൊക്കെ കളിച്ച കാലം നമുക്ക് ഓർമ്മ വരും. ഏതാ വാസിം അക്രമിനെ പോലുള്ളവർ അതെ പ്രായമായതിനു ശേഷവും മികച്ച പ്രകടനം കാഴ്ച. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു പ്രായത്തിലൊക്കെ അരങ്ങേറിയ ആൾക്കാർ ബേസ് ബോളർമാരുടെ കാര്യം പരാമർശിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ അത്രയും ഇപ്പം ആശിഷ് നെഹ്റ നമ്മൾ മുമ്പ് ഇതിൽ പറഞ്ഞിരുന്നു. ആശിഷ് നെഹ്റ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു 36 വയസ്സൊക്കെ ആയ സമയത്ത് T20 ടീമിൽ ഇടം നേടുകയും ഏതാണ്ട് 2 വർഷത്തോളം അദ്ദേഹം T20 ടീമിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ നിലനിൽക്കുകയും ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി അന്ന് നെഹ്റയെ ഭംഗിയായി ബുംറയ്ക്കൊപ്പമൊക്കെ ഉപയോഗിച്ചിരുന്നു. അതേപോലെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബോളറായിട്ട് ഭുവി തീർച്ചയായും മുന്നിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഹേസൽവുഡ്, റാസിക്കിനെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2019 സീസണിലാണ് അദ്ദേഹം വന്നത്. കാശ്മീരിൽ നിന്നുള്ള പേസറാണ്. ഇടയ്ക്ക് ഡൽഹിക്കൊപ്പമായിരുന്നു. പിന്നീട് വേണ്ടത്ര ഫോമിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി. പക്ഷേ RCB അദ്ദേഹത്തെ ഈ വർഷം ടീമിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അദ്ദേഹത്തെ ഒരു ഡിഫറെൻറ്റ് റാസിക്കിനെയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള RCB അത്രയും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഈ ഡബിൾ വിക്കറ്റ് IPL ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഒരുപക്ഷെ അതായിരിക്കും. ഒരുപാട് യുവ പേസർമാർ ഇന്ത്യയെ വളർന്നു വരാൻ കാരണം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും. കാരണം ലോകോത്തര പേസർമാർക്കൊപ്പം പ്രത്യേകിച്ച് RCBയിൽ വിരാട് കോഹ്ലിയെ പോലെയുള്ള ഒരാളുടെ മെന്ററിലേക്ക് വരുന്നത് കൂടി യുവതാരങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗുണമുണ്ട് ഇതിൽ. അദ്ദേഹത്തെ ഒരു ക്യാച്ച് ഒരു കോട്ടൺ ബോൾഡാണ്. ഈ 2 വിക്കറ്റിൽ ഒന്നൊരു കോട്ടൺ ബോൾഡാണ്. അത് ഒരു ഫോളോ ത്രൂവിൽ അദ്ദേഹം മുന്നോട്ടേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു ക്യാച്ചാണ്. അപ്പം അത് അത്ര എളുപ്പമല്ല. ഒരു പേസ് ബോളറെ സംബന്ധിച്ചിടത്തോളം ആ റിഫ്ലക്ഷനും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റാസിക്ക് ഈ വർഷം അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, ഒരുപക്ഷെ ഭുവനേശ്വർ കുമാർ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പേസ് ബോളർമാരിൽ ഒരാളാണ് റാസിക്. കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് പറയേണ്ടതായിരുന്നു. റാസിക്, സോറി. അത് രജത് പാട്ടിദാറിന്റെ ഒരു സെലക്ഷൻ കൂടി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. മറുഭാഗത്ത് രജത് പാട്ടിദാറിന്റെ സെലക്ഷൻ പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ഗില്ലിന് ഇന്നലെ പിഴച്ചത് ഞാൻ പരാമർശിച്ചിരുന്നു. ആഷിദ് ഖാന്റെ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ സീസണിൽ അദ്ദേഹം ബംഗളൂരിനെതിരെ ഒരു 3 വിക്കറ്റ് പ്രകടനം നടത്തുന്നുണ്ട്. അദ്ദേഹം നിർണായകമായിട്ടുള്ള പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ഗജറോലിയെ ഇന്നലെ ഉൾപ്പെടുത്തുന്നത്. അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞൊരു സാധ്യതയായിരിക്കും. ഒരു പരീക്ഷണത്തിന് മുതിരാൻ കാരണം ഒരു അവസരം കൂടി ഉണ്ട്, ഒരു എലിമിനേറ്റർ മാച്ച് കൂടി വരുന്നുണ്ട് എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാര്യമാണല്ലോ. കാരണം അതുകൊണ്ട് ഇന്നലെ ഒരു പക്ഷേ റിസ്ക് എടുത്തതാണോ, പക്ഷേ ടീമിനെ പൊളിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ ഇല്ലേ നമ്മൾ പ്രധാനപ്പെട്ട കളികൾക്ക് വേണ്ടിയിട്ട് ഒരു മിസ്റ്ററി ബോളറെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തെ മേ ബി ഗജറോലിയ ഒരു പക്ഷേ ഇന്നലെ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആഘോഷിച്ചേനെ. കാരണം അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ ഒരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് ബോളിംഗ് ആക്ഷനിൽ എന്തൊക്കെയോ ഒരു ആക്ഷനിൽ എന്തോ ഒരു മാറ്റമുണ്ട്. നമ്മൾ അതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ഗജറോലിയ. എൻ്റെ ഒരു ഫ്രണ്ടിന് സോക്രട്ടീസ് എന്ന് ഒരിക്കലും പറയാൻ കഴിയാതെ സോർക്കട്ടീസ് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു പേരുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് 3-ാമത്തെ ഓവറിലല്ല ആദ്യം വന്നത്. ആ സമയത്ത് 3 റൺസ് കണ്ട. അതെ, ആ സമയത്ത് ഫസ്റ്റ് ഓവർ നന്നായിട്ട് ചെയ്തിരുന്നു. അടുത്ത ഓവറിലേക്ക് എത്തിയപ്പോൾ അതായത് കളി മാറുന്നത് തന്നെ 15 ഓവറിനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആദ്യം വളരെ സാവധാനത്തിലാണ് സൊഹൈൽ തൻവീറിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു വിധമുണ്ട്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസറാണ്. ഒരു സൊഹൈൽ തൻവീറിന്റെ അത്ര ഇല്ലെങ്കിലും എവിടെയൊക്കെയോ ഒരു ആക്ഷനിൽ ഒരു വ്യത്യാസമുണ്ട്. നന്നായിട്ട് ചെയ്തിരുന്നു. 2ാമത്തെ ഓവറിലാണ് അടി കിട്ടിയത്. മിഡിൽ ഓവറുകൾ അതേപോലെ ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൻ്റെ മിഡിൽ ഓവർ ഒന്ന് സ്ലോ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് മേക്ക് ഓവർ ചെയ്ത് അവർ അവസാന 5 ഓവറുകളാണ്. 15-ാം ഓവർ മുതൽ പിന്നീട് അങ്ങോട്ട് തകർത്തടിക്കുന്നത്. അതായത് മിഡിൽ ഓവറുകളിൽ അവർ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് സ്ലോ ആയിട്ട് കളിക്കുന്ന രീതിയിലൊന്നും കണ്ടു. പിന്നീട് അങ്ങോട്ട് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷമാണ് അവസാന 20 പന്തിൽ നിന്നാണ് 72 റൺസോളം അദ്ദേഹം അടിച്ചു കൂട്ടുന്നത്. ലാസ്റ്റ് 6 ഓവറിൽ 114 റൺസാണ് ബാംഗ്ലൂർ. അതിൽ ഈ കുൽവന്ത് കേജ്രിവാളിയുടെ 15-ാം ഓവറിൽ 28 റൺസ് അടിക്കുന്നു. പിന്നീട് റാഷിദ് ഖാന്റെ ഓവറിൽ 21 റൺസ് അടിക്കുന്നു. പിന്നീട് 15, 10, 21, 19 ഇങ്ങനെയാണ് അവസാനത്തെ 6 ഓവറിൽ 15 റൺസ്. 36 പന്തിൽ 115 റൺസാണ് അവസാന 6 ഓവറുകളിൽ ഇവരടിക്കുന്നത്. അത്യാവശ്യം എല്ലാവരും ബാറ്റിന്റെ ചൂടറിഞ്ഞു എന്നുള്ളതാണ് രജത് പട്ടിദാറിന്റെ ഒക്കെ. അപ്പൊ ഇനിയിപ്പം നടക്കാൻ പോകുന്ന അടുത്ത മത്സരത്തെ കുറിച്ച് കൂടിയാണ് നമുക്കിനി നമ്മൾ വേറൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇടക്ക് നമ്മുടെ ഇമ്പാക്ട് സബ് എന്നുള്ള റൂൾ കൊണ്ട്
ഇല്ലാതായി പോയ ഒരു കരിയറാണ് ഈ രാഹുൽ തെവാട്ടിയുടെ. കാരണം തെവാട്ടിയുടെ വരവ് എന്നുള്ളത് ഒരു ലെഗ് സ്പിൻ റൈറ്റ് ആയിരുന്നു 2021-20 ആ കാലഘട്ടത്തിൽ. അവസാനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ കുറഞ്ഞ 21 പന്തിൽ 20 അദ്ദേഹം ചില നിർണായക ഇന്നിങ്സ് കളിച്ചിട്ടാണ് അദ്ദേഹം ഒരു മാച്ച് വിൻ ചെയ്യുന്നത്. ഒരു മാച്ച് വിൻ, അതായത് ആ വിൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിൻ അതാണ് അദ്ദേഹത്തിന്റെ തലവര മാറുന്നത്. അതെ, ആ സമയത്ത് സഞ്ജു സാംസണും ഇദ്ദേഹമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. ഇപ്പൊ സഞ്ജു നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു, ഇദ്ദേഹം വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. സഞ്ജു ആ സമയത്ത് ഔട്ടായതിനു ശേഷം ആ മത്സരം അവർ തോറ്റു എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കോട്രൽ എന്ന ബോളറെ 5 6 അടിച്ചുകൊണ്ട് ഈ രാഹുൽ തെവാത്തിയെ ജയിപ്പിക്കുന്നത്. പക്ഷേ ബേസിക്കലി അദ്ദേഹം ഒരു ബോളറായിട്ട് വന്നതാണ്. പക്ഷേ ഇമ്പാക്ട് റൂൾ വന്നപ്പം പിന്നെ ഈ ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഇദ്ദേഹം ബാറ്റ് ചെയ്താൽ മാത്രം മതി, ഫിനിഷറായാൽ മാത്രം മതി, ബോളർ ആവണമെന്നില്ല. ബോളർ വേറെ ഉണ്ട്, ബോളർ ഇറക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ബോളും കിട്ടുന്നില്ല. ഈ 5 കൊല്ലമായിട്ടൊരു ബോളർ എന്ന രീതിയിൽ മരിച്ചുപോയ ഒരു താരമാണ് രാഹുൽ തെവാത്തിയ. അദ്ദേഹത്തിൻ്റെ ആ 50യിൽ നിന്നും മറ്റൊരു 50യിലേക്ക് എത്താൻ ഇത്രയും വർഷം എടുത്തതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹം ഇന്നത്തെ ഒരു എല്ലാം ഇരുന്നടിക്കുന്ന ഒരു മനുഷ്യനാണ്, സ്വീപ്പ് ഷോട്ടുകളുടെ ഒരു ആശാനാണ്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 43 പന്തിൽ 68 റൺസാണ്, 8 ബൗണ്ടറികളും. ഒരു ഘട്ടത്തിൽ 15 ബോളിൽ 8 റൺസ് ഒക്കെ ആയിരുന്നു. അത് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം ഒന്ന് പൊരുതി നോക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കറിയാം 6 ഓവറിൽ തന്നെ കളി അവസാനിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പവർ പ്ലേയിൽ തന്നെ ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് തോറ്റുപോയിരുന്നു. നമുക്ക് ഇന്നത്തെ അടുത്ത മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധ്യതകൾ? സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും മുംബൈയെ തോൽപ്പിച്ച് വരുന്നതിൻ്റെ ആ ഒരു മൊമെൻറ്റം രാജസ്ഥാന് തുടരാൻ കഴിയുമോ? മറുഭാഗത്ത് ഏതാണ്ട് 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി വന്ന ടീമുകളാണ് പ്ലേ ഓഫിൽ എന്ന് പറയുന്നത്. അതായത് തുടക്കത്തിൽ 4 മത്സരങ്ങളിൽ 3 തോൽവി അറിഞ്ഞ് വരുന്ന ഒരു ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. പിന്നീട് അവർ സ്ഥിരതയായ ഒരു പ്രകടനത്തിലൂടെ മൊത്തത്തിൽ 9 കളികൾ ജയിച്ച് 18 പോയിൻറ്റുമായിട്ട് അവർ പ്ലേ ഓഫിലേക്ക് വരുന്നു. മറുഭാഗത്ത് രാജസ്ഥാൻ മികച്ച തുടക്കത്തിന് ശേഷം ഇടയ്ക്ക് പതറുകയും അവസാനം നമുക്കറിയാം പ്ലേ ഓഫ് ഉറപ്പിച്ച ആ മത്സരം തന്നെ നമുക്കറിയാം മുംബൈക്കെതിരെ എന്താണ് അവർ കാഴ്ചവെച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ രീതിയിൽ ആദ്യ ക്വാളിഫയറിൽ പോലെ ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രത്യേകിച്ച് 2 മത്സരങ്ങളിൽ രാജസ്ഥാൻ തോൽക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. ഒരിക്കലും തുല്യശക്തികളുടെ പോരാട്ടമായിരിക്കില്ല. കടലാസിൽ ഏറ്റവും ശക്തർ അല്ലെങ്കിൽ പ്രകടനത്തിൽ ഏറ്റവും ശക്തർ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. നമ്മൾ ഈ സീസണിൽ ആകെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് എ ഗുഡ് ക്യാപ്റ്റൻ, പാറ്റ് കമ്മിൻസ് എന്ന ഒരു ക്യാപ്റ്റൻസിന്റെ വരവോടെയാണ് അവർ തിരിഞ്ഞു വരുന്നത്. അതെ, അപ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ ഇവരുടെ കൂടെയുണ്ട്. മറുവശത്ത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും മറ്റൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് വേപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. 1-2 മത്സരങ്ങളിൽ അദ്ദേഹം മാറി നിന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ടീമും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ മൊബൈലിൽ നോക്കി ഡഗ്ഔട്ടിൽ മൊബൈൽ അങ്ങനെ തുടക്കം മുതലേ അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾക്കിടയിലാണ് അവർ നിൽക്കുന്നത്. ഇടയ്ക്ക് യശസ്വി ജയ്സ്വാൾ ക്യാപ്റ്റൻ ആവുന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്കിൽ കൂടിയും ഞാനിതിൽ രാജസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്നു. കാരണം രാജസ്ഥാൻ കഴിഞ്ഞ മത്സരത്തിൽ അവർ ഇടയ്ക്ക് എന്താ പറയുക, അവരുടെ ഒരു പ്രകടനം എന്ന് നോക്കുമ്പോൾ അവർ എന്തൊക്കെയോ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലുള്ള ടീമുകൾ ചിലപ്പോൾ വലിയ ശക്തികളെ തോൽപ്പിക്കുന്ന ഒരു അനുഭവം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. രാജസ്ഥാൻ കഴിഞ്ഞ മത്സരത്തിൽ റിയാൻ പരാഗ് എന്ന അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ അദ്ദേഹം പരാജയമാണെങ്കിൽ കൂടിയും പല മത്സരങ്ങളിലും ഒരു ബോളിംഗ് ചേഞ്ചുകൾ എടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത മത്സരത്തിൽ വൈഭവ് സൂര്യവംശി കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓഫ് ഡേ ആയിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ, വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ഫോമിലെത്തുകയാണെങ്കിൽ, ടോപ്പ് 2ലാണ് അവർ കൂടുതലും ആശ്രയിക്കുന്നത്. അവർ ഫോമിലെത്തുകയാണെങ്കിൽ ഫോമിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഫോമിലെത്തുകയാണെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മറുഭാഗത്ത് ട്രവിഷേക് സഖ്യം ഓപ്പൺ ചെയ്യുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ്, അവരുടെ ഒരു സാധ്യത എങ്ങനെയാണ്? എത്രമാത്രമാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല ഒരു ടീം എന്നുള്ളത് അവർ പെർഫോം ചെയ്ത് അത് തെളിയിച്ച ടീം കൂടിയാണ്. അപ്പോൾ അഭിഷേക് ശർമ്മയാണെങ്കിലും ട്രാവിസ് ഹെഡും അതുപോലെ ഇഷാൻ കിഷനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഹെൻറിച്ച് ക്ലാസൻ അദ്ദേഹം ഒന്നാമത് ഓറഞ്ച് ക്യാപ്പൊക്കെ നേടാൻ ഇനിയും സാധ്യത ഏറെയുള്ള താരം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹെൻറിച്ച് ക്ലാസൻ, അതെ, ഈ ഒരു ടീം അത് നല്ലൊരു ബാറ്റിംഗ് മികവിന് പറ്റിയൊരു ടീം അവിടെ നല്ല രീതിയിലുണ്ട് എന്നുള്ളതും. മറുഭാഗത്ത് വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള ഒരു താരം കൂടിയുണ്ട്. അപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് ഏത് ബൗളറേയും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം കണ്ണടച്ച് അടിക്കാൻ പറ്റാവുന്ന എന്നാൽ നല്ല ഷോട്ടുകളിലൂടെ നമുക്ക് ഒരു ത്രസിപ്പിക്കുന്ന ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ളവർ, ജയ്സ്വാൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു ബാറ്റിംഗ് പ്രകടനത്തിനും കൂടി ഒരുപക്ഷെ എന്ന് സാക്ഷ്യം വഹിച്ചേക്കാം എന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഹൈദരാബാദിൻ്റെ ഒപ്പം നിൽക്കാൻ സുരക്ഷിതമായിട്ടുള്ള ലാൻഡിംഗ് ആണ് തീർച്ചയായിട്ടും. ശരിയായത്. അപ്പോൾ നമുക്കൊരു വെല്ലുവിളി എടുക്കാൻ പറ്റില്ല. കാരണം ഇന്നലത്തെ മത്സരം പോലെ ഒരു കോൾ മത്സരമാകില്ല ഇത്. കാരണം തോൽക്കുന്നവർ പുറത്തേക്കാണ്, നേരെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇരു ടീമുകൾക്കും സമ്മർദ്ദമായിരിക്കും. ആർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഞാൻ രാജസ്ഥാനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ മത്സരം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കൂടിയുണ്ട്. ഈ പിന്നെ ഓറഞ്ച് ക്യാപ് ലിസ്റ്റിൽ മുന്നിലുള്ള രണ്ടുപേർക്ക് ഒരു മത്സരം കൂടി എക്സ്ട്രാ കിട്ടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇനി വിരാട് കോഹ്ലിക്ക് അതിൻ്റെ അടുത്തെത്താൻ സാധ്യതയില്ല. സായ് സുദർശനും ഗില്ലും ആ ഒരു സാധ്യത വീണ്ടും നിലനിർത്തുകയും ചെയ്തു. കാരണം അവർക്കൊരു എക്സ്ട്രാ മത്സരം കളിക്കുന്നു, അങ്ങനൊരു സാധ്യത കൂടിയുണ്ട്. എങ്കിൽ കൂടി ഈ ഇപ്പം ഗുജറാത്ത് വേഴ്സസ് ഗുജറാത്തിന് ഏത് ടീമാണെങ്കിലും, ഗുജറാത്തിന് ഇപ്പോൾ 2 ടീമാണെങ്കിലും മറ്റേ SRH ആണെങ്കിലും അതുപോലെ തന്നെ RR ആണെങ്കിലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെയാണ് ഗുജറാത്തിന് ഒരു മത്സരം കളിക്കുന്നു എന്നതിനിപ്പോൾ ഒരു മാച്ച് പ്രാക്ടീസ് കൂടി ആവുന്നു. ഏറെക്കുറെ സായി കഴിഞ്ഞ വർഷം സായ് സുദർശൻ അല്ലേ ഓറഞ്ച് ക്യാപ്പ് സായ് സുദർശൻ. ഏറെക്കുറെ എനിക്കും തോന്നുന്നുണ്ട് ഇത് വീണ്ടും ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒപ്പമാണ് എന്താ കാണുന്നുണ്ടോ? സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മത്സരങ്ങൾ വെച്ച് ഞാൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു വൈഭവൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ ജയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താകുമെന്ന് അറിയില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഹിറ്റ് വിക്കറ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മാറിപ്പോകാം. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അല്ലേ, വൈഭവ് സൂര്യവംശി കിരീടം നേടണം എന്നുള്ള പലർക്കും അങ്ങനെ ഒരു ആഗ്രഹം. അതുകൊണ്ടല്ല, രാജസ്ഥാനോട് പണ്ടേ ഉള്ള ഒരു ഇഷ്ടം കിടക്കുന്നുണ്ട്. ഷെയ്ൻ ബോണിന്റെ കാലത്തെ തുടങ്ങിയ ഇഷ്ടമാണ്. അതെ, 2008 മുതലുള്ള അവിടെ ദീർഘകാലത്തെ കാത്തിരിപ്പ് ഒരു കാര്യമാണല്ലോ. എന്തായാലും നമ്മൾ നേരത്തെ കഴിഞ്ഞ മത്സരങ്ങളിൽ പറഞ്ഞത് പഞ്ചാബിന് ഒരു കിരീടം വന്നായിരുന്നു. പക്ഷേ പഞ്ചാബ് പുറത്തായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആര് കിരീടം നേടിയിട്ട് എന്തായാലും എല്ലാവരും കിരീടം ആഘോഷിച്ച ടീമുകളായതുകൊണ്ട് രാജസ്ഥാനാണ് ദീർഘനാളായിട്ട് അവർ മാറി നിൽക്കുന്നത്. ആദ്യ സീസണിൽ 8 ശേഷം ഇപ്പോൾ പിന്നെ ഒരു കിരീടത്തിലേക്ക് അവർക്ക് എത്താൻ ഫൈനലിലേക്ക് എത്തിയെങ്കിലും സഞ്ജുവിന് അത് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് റയാൻ പരാഗിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തോൽക്കുന്നവർ പുറത്തേക്ക് പോകുന്നു എന്ന സമ്മർദ്ദം ഇരു ടീമുകൾക്കും ഉണ്ടാകും. അവിടെ ആര് മുൻതൂക്കം നേടും എന്നുള്ളതാണ്. വീണ്ടും ഒരു ബംഗളൂരുവിനെ എതിരാളികളായി ആര് മാറും, സൺറൈസേഴ്സ് ഹൈദരാബാദോ രാജസ്ഥാൻ റോയൽസോ ഗുജറാത്ത് ടൈറ്റൻസോ, അത് നിശ്ചയിക്കുന്ന മത്സരം കൂടിയായിരിക്കും ഒരുപക്ഷേ ഇന്നത്തെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ മത്സരത്തിൻ്റെ വലിയ ആവേശ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും ഇരിക്കാം. നന്ദി.